ശ്രീ എൻ ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം നമ്മളിത് ചർച്ച ചെയ്തതാണ്. പക്ഷേ NSSന്റെ ഒരു പ്രതികരണം, NSS പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നുള്ള പ്രതികരണം വന്നു. ഇന്നിപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തുകയാണ്. ആ വാചകങ്ങൾ കൂടി അങ്ങ് വായിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ച് സംശയങ്ങൾ NSSനുണ്ട് എന്ന് കരുതാമോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട്, BJP എടുത്ത നിലപാട്, ഇപ്പോൾ അക്കീരമൺ ഭട്ടതിരി പറഞ്ഞിരിക്കുന്ന പ്രതികരണം, അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണോ അതിലൊരു ക്ലാരിറ്റി വേണമെന്ന് NSS ആവശ്യപ്പെട്ടിരുന്നത്? പക്ഷേ NSS പിന്തുണയ്ക്കില്ല എന്നോ കൂടെ ഉണ്ടാകില്ല എന്നൊന്നും അല്ല പറയുന്നത്. ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് തന്നെയാണ് സർക്കാരും പറയുന്നത്. നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ്. ഹൈന്ദവ വിശ്വാസികളെ പറ്റിക്കാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഞാൻ പറയില്ല, കാരണം ഇത് LDFൽ ചർച്ച ചെയ്തിട്ടില്ല. CPMൻ്റെ ഒരു തീരുമാനമാണിത്. ഇത് NSS ഇന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ, കാരണം അതൊരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നതിന് NSS എന്തിനെ എതിർക്കുന്നത്? ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരാണ് NSS എന്നൊരു ധാരണ CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, അല്ലെങ്കിൽ ചില സംശയങ്ങൾ പറയുന്നു. എന്താണത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ്? 3000 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിട്ട് എന്ത് വികസന ചർച്ചയാണ് അവിടെ നടത്താൻ പോകുന്നത്? നവകേരള സദസ്സ് നടത്തിയ കാലത്തെ പോലെ എല്ലാവരെയും വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണോ? അതോ ഇങ്ങനെ പരാതികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഒരു കൗണ്ടറിൽ കൊണ്ട് കൊടുത്തോ എന്ന് പറയുന്നത് പോലെയാണോ? 3000 പേരാണോ ശബരിമലയുടെ വികസനം തീരുമാനിക്കുക? അത് ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാവുന്നതല്ലേ? ഇതൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ NSS എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരായിട്ട് എതിർക്കുന്നില്ല. ഇത് നല്ല കാര്യമാണ്, അയ്യപ്പ സംഗമം നല്ല കാര്യമാണെന്ന് NSSന് തോന്നുന്നു. ശരി, എങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ഇന്ന് മന്ത്രി വാസവൻ പറഞ്ഞ എന്താണ്? അയ്യപ്പന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. അയ്യപ്പന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തണോ? അവിടെ വരുന്നവരാണോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്? അത് ബോർഡും ഗവൺമെൻറ്റും കൂടെ അല്ലേ, ദേവസ്വം ബോർഡും കൂടെ അല്ലേ? അപ്പോൾ ഇതൊരു CPMൻ്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ കാലത്തും എടുത്തിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ പറ്റില്ല. അന്നാണ് ഈ ശബരിമല വിഷയം വന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും ഇവിടെ ജനിക്കുന്നൊരു ഹിന്ദുവായിട്ടാണ്, വിശ്വാസികളെ ചേർത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ ആശയങ്ങൾ അതേപോലെ നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പറഞ്ഞ 4-5 വർഷം മുമ്പ് വലിയ ഗതി പിടിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അയ്യപ്പ സംഗമം. ഇതിപ്പോൾ നമുക്ക് BJP എതിർക്കുകയാണ്. ഇങ്ങനെ BJP എതിർക്കുന്നതിന് വിരോധമൊന്നുമില്ല, കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ട് എതിർക്കാം. പക്ഷേ അവരിങ്ങനെ ആവേശം പൂണ്ട് എതിർക്കുമ്പോൾ CPMന് നല്ല കാര്യം എന്താണെന്നറിയോ? അയ്യപ്പ സംഗമം എന്നവർ അയ്യപ്പൻ ഈ അയ്യപ്പൻ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP എതിർക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോൾ BJP എതിർക്കുന്നു. ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൻ എന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് ഈ ഹിന്ദുക്കളായ വിശ്വാസികളെ പറ്റിക്കാനുള്ളൊരു നീക്കം തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികളുടെ സംഗമം നടത്തിയ എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, പക്ഷേ ഭരിക്കുന്നത് ഗവൺമെൻറ്റാണ്. LDFൽ ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും കൂട്ടരും പാർട്ടിയുമാണ്. അതുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികളുടെ സംഗമം നടത്തിയാൽ, വിശ്വാസികളുടെ സംഗമമാണല്ലോ അയ്യപ്പ സംഗമം, വിശ്വാസികളുടെ സംഗമം നടത്തിയാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യതിചലനമാണ്, സംശയം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികളുണ്ട് കേട്ടോ, ഭക്തരുണ്ട്. ബ്രാജിൽ നിന്നുള്ള സഖാക്കളൊക്കെ ശബരിമലയ്ക്കും പോകുന്നുണ്ട്, അതൊന്നും തെറ്റില്ല, കാരണം അതൊക്കെ പാർട്ടി അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരനവസരത്തിൽ എന്താണ് അനവസരം എന്ന് പറയുന്നത്? ഈ ആഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബറിൽ, അതായത് ചിങ്ങമാസത്തിൽ തന്നെ അല്ലെ കന്നിമാസത്തിൽ തന്നെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക, അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പ് ഇത്രയും കാലം ഉണ്ടായില്ലേ? 8 വർഷമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെ ശബരിമല പ്രശ്നങ്ങൾ വന്ന ശേഷം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ രാഷ്ട്രീയമാണ്, സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കാൻ BJP ശ്രമിക്കുന്നവർക്കറിയാം. കാരണം BJP ശ്രമിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ BJPയാണ് എല്ലാ ഹിന്ദുക്കളെയും കൈയടക്കി വെച്ചിരിക്കുന്ന ഞങ്ങളാണ്, ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഞങ്ങളാണ് ഇവിടെ കണിച്ചേരി പറഞ്ഞല്ലോ. അപ്പോൾ അത് പറയിപ്പിക്കണം, CPM ആവർത്തിച്ച് പറയിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. BJPക്കാരായ ഹിന്ദു വിശ്വാസികളോടും അതുപോലെ തന്നെ അവരോട് പറയാണ്, CPM വിശ്വാസികളെ സംരക്ഷിക്കുന്നവരാണ്. അപ്പോൾ BJP സുഹൃത്തുക്കളെ, നിങ്ങൾ കോൺഗ്രസ് ജയിക്കും തോന്നി BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പരോക്ഷമായി പറയുകയാണ്. അതൊന്നും സംശയം വേണ്ട. അതുകൊണ്ട് NSSൻ്റെ തന്ത്രപരമായ സമീപനം, കാരണം ഇന്നലെ NSSൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതല്ല ഇന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞതും അതിന് ശേഷമാണ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ നോക്കൂ സ്മൃതി, ആദ്യകാലം തൊട്ട് EMSൻ്റെ കാലം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് ഇടതുമുന്നണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അപ്പോൾ അവർക്ക് മനസ്സിലായി
മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ എന്താണ്. ഈ കാലത്ത് NSSന്റെ തീരുമാനം വരുന്നു, അതുപോലെ യോഗക്ഷേമ സഭയുടെ സംശയം വരുന്നു. ഇതൊക്കെ വരാനുള്ള കാരണം എന്താണ്? ഇത് അയ്യപ്പന്മാരുടെ കാര്യമാണ്. ഈ സംഗമം നടത്തിയിട്ട് ഒരു തീരുമാനം എടുത്തില്ല എന്താകും? പിന്തുണച്ചൊരു വെറുതെയാവും. കാരണം ഇത് എന്ത് തീരുമാനം എടുക്കുമ്പോൾ സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. 3000 പേരെ പ്രതിനിധികളായിട്ട് വരുന്നു. അതിൽ അയ്യപ്പ സംഘം എന്ന പേര്, അത് തീർത്ഥാടക സംഘം എന്നാണ് ശരിക്കും പേരിടേണ്ടിയിരുന്നത്. കാരണം തീർത്ഥാടകരുടെ സംഘമാണ്. ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ BJP-കാരൻ്റെ സ്വരാണെന്നൊക്കെ പറഞ്ഞു. അതല്ല, ഒരാൾ അയ്യപ്പന. കാരണം അത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടലാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അത് പേര് പ്രശ്നമാണ്. കാരണം ശബരിമല തീർത്ഥാടക സംഘമെന്നോ ശബരിമല വികസന സമ്മേളനമെന്നോ പറയാതെ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ഞാൻ സ്മൃതി ഒരു കാര്യം പറയാം. വിശ്വാസികൾക്ക് വിശ്വാസിയായ ഒരാൾ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ സ്മൃതി ചോദിച്ചു ശ്രീകുമാരൻ BJP-യുടെ ഒരു ഇതാണല്ലോ എന്ന്. അതായത് ഒരു വിശ്വാസി അയ്യപ്പനാകുന്നത് വ്രതം എടുക്കുമ്പോഴാണ്. അപ്പോഴേ അയ്യപ്പനാകുള്ളൂ. ആ അയ്യപ്പന്മാരല്ല 3000 പേര്. അത് ആദ്യം മനസ്സിലാക്കുക. അതേ പറഞ്ഞ അയ്യപ്പൻ എന്നുള്ള പേര് കൊണ്ടുവന്നിട്ട് അയ്യപ്പനെ വലിച്ചഴച്ചിട്ട് ഹിന്ദു വിശ്വാസികളെ പറ്റിച്ചിട്ട് രാഷ്ട്രീയം കൊയ്യാനാണ്. പക്ഷേ ഇതവർക്ക് തിരിച്ചടിയാവും. എന്താ തിരിച്ചടിയാവെന്ന് പറയാൻ കാരണം എന്നറിയോ? വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറ്റില്ല എന്ന് പറഞ്ഞത് ശബരിമല സീസൺ കാലത്ത് പറഞ്ഞിട്ട് ഗുണം പിടിച്ചില്ല. ഇതിപ്പോൾ ഈ സീസണിൽ വീണ്ടും 5 വർഷം കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുക ഗോവിന്ദ മാഷ്. എന്നിട്ട് അന്ന് പാർട്ടി എന്താ പറഞ്ഞത്? അനവസരത്തിലുള്ള പ്രസ്താവനയാണെന്ന് പറഞ്ഞു. അതൊക്കെ ഓരോ കാലത്തെ തന്ത്രമാണ് CPM-ന്. ഇത്തവണ എന്തായാലും ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല എന്നൊരു ധാരണ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം അത് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് BJP-യെ പ്രകോപിപ്പിക്കുക. BJP ആണെങ്കിൽ ഈ രാഷ്ട്രീയം മനസ്സിലാക്കാതെ വെറുതെ പ്രകോപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. NSS നോക്കൂ, മയത്തിൽ തന്ത്രത്തിൽ നിൽക്കുകയാണ് NSS. ഒന്നും പറഞ്ഞില്ല, നടക്കട്ടെ, നല്ല കാര്യം. പക്ഷേ അതിലാരൊക്കെ വരും? സ്വാഗത സംഘം ആരാണ്? ആരൊക്കെ വരുന്നുണ്ട്? പ്രതിനിധികളുടെ സ്വഭാവം എന്താണ്? അവിടെ നടക്കുന്ന ചർച്ചകൾ എന്താണ്? ഇതൊക്കെ വരട്ടെ കാര്യങ്ങൾ. അപ്പം നോക്കിക്കോളൂ, NSSൻ്റെ നിലപാടാണെങ്കിലും SNDP-യുടെ നിലപാടാണെങ്കിലും ഹിന്ദു സംഘടനകളുടെ നിലപാടാണെങ്കിലും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ നിലപാടാണെങ്കിലും പുറത്തേക്ക് വരും. ഇത് അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ അതൊരു ചർച്ചയാക്കി മാറ്റാം. അത് CPM-ന് ആഗ്രഹമുള്ളൂ. എത്ര ചർച്ചയായി ഇപ്പോൾ ഇത് അയ്യപ്പ സംഗമം. അത് ആ സംഗമത്തെ അനുകൂലിക്കുന്നവരാരാ? കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും, മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും. അതാണ് രസകരം. എതിർക്കുന്നത് ആരാ? വിശ്വാസികളുടെ എന്ന് പറയുന്ന വിശ്വാസികളുടെ മൊത്തം, നേരത്തെ മറ്റേ നമ്മുടെ നിതിൻ പറഞ്ഞ പോലെ വിശ്വാസികളുടെ മൊത്തം എന്താണ് പറയുക, അട്ടിപ്പേർ ഏറ്റെടുക്കുന്നത് BJP. കോൺഗ്രസ് മതേതര പ്രസ്ഥാന. കോൺഗ്രസ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഞങ്ങൾ സമ്മതിക്കില്ല. അവർ എന്തെല്ലാം സമ്മേളനങ്ങൾ നടത്തി. ഇപ്പോൾ ഒരു സദസ്സ് നടത്താൻ പോകുന്നില്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്? അതുപോലൊരു സംഗമമേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ സംഗമം കൊണ്ട് CPM-ന് ഗുണം കിട്ടില്ല, 101% ഗുണം കിട്ടില്ല. പക്ഷേ അവർക്കൊരു കാര്യം വ്യക്തമാക്കാൻ പറ്റും. എന്താ? ഞങ്ങൾ വിശ്വാസികളുടെ വോട്ടും അർഹിക്കുന്നവരാണ്. BJP മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, ഞങ്ങൾക്കും വിശ്വാസികൾക്കൊപ്പമാണ്. അതുകൊണ്ടാണ് ഇവർ ഓരോ സമയത്തും ഹൈന്ദവ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശം കൂടി അതിലുണ്ടാകാം. ശ്രീ ദാമോദർ പ്രസാദ്, എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഘം എന്നാണ് അങ്ങ് കരുതുന്നത്? സ്മൃതി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒറ്റ കാര്യം, മുഖ്യമന്ത്രിയല്ല, ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിശ്വാസികളും വർഗീയവാദികളല്ലാന്ന്. ആ സത്യം പറഞ്ഞാൽ അതോടെ യോജിക്കുന്നതേ അല്ല. കാരണം ഇത് വർഗീയവാദികളുടെ സമ്മേളനം എന്നാരും പറഞ്ഞിട്ടൊന്നുമില്ല ഈ സംഗമം. അപ്പോൾ എല്ലാ വിശ്വാസികളും വർഗീയവാദികളല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ നിങ്ങളുടെ സ്മൃതിയുടെ ഈ ഒരു ചർച്ചയുടെ ഹെഡിങ് ഇട്ടവരെ ഇത് വെറും രാഷ്ട്രീയ സ്റ്റണ്ടാണ്, സംശയം വേണ്ട. പക്ഷേ ഇതിൽ അവർ ഒരു പാഠം പഠിക്കും. വിശ്വാസികളെ പറ്റിച്ചാൽ CPM പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.